ചോദ്യം: സ്വിറ്റ്സർലാൻഡ് വായു ഗുണനിലവാര സാങ്കേതിക സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ 2025 ലോക വായു ഗുണനിലവാര റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനമെത്ര? ഉത്തരം: ഇന്ത്യക്ക് 6ാം സ്ഥാനമാണ്. വായു മലിനീകരണത്തോത് ഏറ്റവും ഉയർന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് പാകിസ്ഥാനും 2ാം സ്ഥാനത്ത് ബംഗ്ലാദേശും 3ാം സ്ഥാനത്ത് താജിക്കിസ്ഥാനുമാണ്. 2026 ചോദ്യം: 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം: UN സർവകലാശാലയുടെ പരിസ്ഥിതി ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറും ഇറാനിയൻ വംശജനുമായ കവേ മദനിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹം അവതരിപ്പിച്ച ആശയം ജലപാപ്പരത്വം. ദീർഘകാലമായുള്ള ജലചൂഷണത്താൽ പ്രകൃതിക്ക് പഴയ ആവാസ വ്യവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് ജലപാപ്പരത്വം. ചോദ്യം: ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ തലവനായി ഏറ്റവും കൂടുതൽ സേവനമനുഷ്ഠിച്ച നേതാവ് എന്ന നേട്ടം കൈവരിച്ചതാര്? ഉത്തരം: ഗുജറാത്ത് മുഖ്യമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നീ പദങ്ങളിൽ 8931 ദിവസങ്ങൾ പൂർത്തിയാക്കിയ നരേന്ദ്രമോദി ആണ് ഈ നേട്ടം കൈവരിച്ചത്. അദ്ദേഹം മറികടന്നത് സിക്കിം മുൻ മുഖ്യമന്ത്രി പവൻകുമാർ ചാംലിംഗിൻ്റെ 8930 ദിവസം എന്ന റെക്കോർഡാണ്. ചോദ്യം: 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുക. നമുക്കിവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ 1ാമത്തെയും 3ാമത്തെയും 4ാമത്തെയാണ് ഉത്തരം. അതായത് 1ാമത്തെ ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, 3ാമത്തെ ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, 4ാമത്തെ മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ചോദ്യം: പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? നമുക്കിവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ 1ാമത്തെയും 3ാമത്തെയും 4ാമത്തെയാണ് ശരി. അതായത് 1ാമത്തെ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. 3ാമത്തെ 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 4ാമത്തെ പുതിയ പാമ്പൻ പാലത്തിന് 2.08 കിലോമീറ്റർ നീളവും സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവുമുണ്ട്. ചോദ്യം: ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജലപ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഉത്തരം: അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ.